LSGD മെയിൻസ് എക്സാമിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്. അപ്പോൾ ആ ടോപ്പിക്ക് നമുക്ക് ഇവിടെ നോക്കാം. അതിൽ ആദ്യം പഠിക്കാനുള്ളത് റിവോൾട്ട് ഓഫ് 1857 പറ്റിയിട്ടാണ്. ഈ ഇവൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സിപ്പോയി മ്യൂട്ടിനി എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ കീ ലീഡേഴ്സ് ആരൊക്കെയാണ്? ഝാൻസിയിൽ റാണി ലക്ഷ്മി ബായി, ഡൽഹിയിൽ ബഹദൂർ ഷാ സെക്കൻഡ്, കാൺപൂരിൽ താന്ത്യ തോപ്പി, കാൺപൂരിൽ തന്നെ നാനാ സാഹിബും ഉണ്ടായിരുന്നു. അടുത്ത വരുന്ന മെയിൻ ഇവൻ്റാണ് ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഇവൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫൗണ്ടഡ് ടു ക്രിയേറ്റ് എ പ്ലാറ്റ്ഫോം ഫോർ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ ഡയലോഗ് എമംഗ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ്. അതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, INCയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. കീ ലീഡേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. AO ഹ്യൂമാണ് ഫൗണ്ടറായിട്ട് വരുന്നത്. ഏർലി ലീഡറായിരുന്നു ദാദാഭായ് നവറോജി. ഫസ്റ്റ് പ്രസിഡൻ്റാണ് WC ബാനർജി. ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ INCയെ പറ്റിയിട്ട് ബേസിക്കായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അടുത്താണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ. 1905 ബംഗാളിൻ്റെ വിഭജനം നടന്നത്. ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡിവൈഡഡ് ബംഗാൾ ഇൻറ്റു 2 പാർട്ട്, ostensibly for administrative reason but actually to weaken the nationalist movement by dividing Hindus and Muslims. യഥാർത്ഥത്തിൽ ഹിന്ദുസിനെയും മുസ്ലിംസിനെയും ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ബംഗാൾ വിഭജനം നടത്തിയത്. 1905 ഇത് നടത്തിയത്. പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. സുരേന്ദ്രനാഥ് ബാനർജി ഒപ്പോസ് ദ പാർട്ടീഷൻ, അതായത് വിഭജനത്തിന് എതിരെ ശബ്ദമുയർത്തിയ വ്യക്തിയായിരുന്നു സുരേന്ദ്രനാഥ് ബാനർജി. അടുത്തത് പ്രൊമോട്ടർ സ്വദേശി മൂവ്മെൻറ്റ് ആരാണ്? ബാലഗംഗാധര തിലകനാണ് സ്വദേശി പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് മുന്നിട്ട് വന്നത്. അടുത്താണ് സ്വദേശി മൂവ്മെൻറ്റ്. 1905 മുതൽ 1911 വരെയാണ് സ്വദേശി മൂവ്മെൻറ്റിൻ്റെ കാലഘട്ടം. ഇൻ റെസ്പോൺസ് ടു ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ഇന്ത്യൻസ് ബിഗാൻ ടു ബോയ്ക്കോട്ട് ബ്രിട്ടീഷ് ഗുഡ്സ് ആൻഡ് പ്രൊമോട്ട് ഇൻഡിജീനിയസ് പ്രൊഡക്റ്റ്. അതായത് ബംഗാൾ വിഭജനത്തിന് ശേഷം ഇന്ത്യക്കാർ എന്ത് ചെയ്താൽ തുടങ്ങി? ബ്രിട്ടീഷ് ഗുഡ്സുകൾ, ബ്രിട്ടീഷുകാരുടെ സാധനങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആയിരുന്നു ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. ഇവർ 3 പേരെയും നമ്മൾ ലാൽ പാൽ ബാൽ ട്രിയോസ് എന്നാണ് പറയുന്നത്. ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. എക്സ്ട്രീമിസ്റ്റുകളെന്നും അറിയപ്പെടുന്നവരാണ് ഈ 3 പേര്. തീവ്ര ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഉപയോക്താക്കളായിരുന്നു ഇവർ. അടുത്തതാണ് ലക്നൗ പാക്ട്. 1916 ലക്നൗ പാക്ട് വരുന്നത്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എ ജോയിൻ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ടു വർക്ക് ടുഗദർ ഫോർ ദ ഇന്ത്യൻ സെൽഫ് ഗവൺമെൻറ്. അതായത് INCയും അതുപോലെ തന്നെ മുസ്ലിം ലീഗും ഒക്കെ ഒന്നിച്ച ആണ് ലക്നൗ പാക്ട്. 1916 ഈ ലക്നൗ പാക്ട് വന്നത്. ഇതിൻ്റെ കീ ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ബാലഗംഗാധര തിലകനും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും മുഹമ്മദ് അലി ജിന്നയുമാണ് ലക്നൗ പാക്റ്റിൽ വന്ന നേതാക്കന്മാർ. അടുത്താണ് ഹോം റൂൾ മൂവ്മെൻറ്റ്. ഹോം റൂൾ മൂവ്മെൻറ്റ് 1916 മുതൽ 18 വരെയുള്ള കാലഘട്ടത്തിലാണ് ഹോം റൂൾ മൂവ്മെൻറ്റ് വരുന്നത്. എ മൂവ്മെൻറ്റ് ഫോർ സെൽഫ് ഗവൺമെൻറ് വിത്തിൻ ദ ബ്രിട്ടീഷ് എംപയർ, അതായത് ബ്രിട്ടീഷ് എംപയറിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു സെൽഫ് ഗവൺമെൻറ്. ഇൻസ്പയർഡ് ബൈ ദ ഐറിഷ് ഹോം റൂൾ മൂവ്മെൻറ്റ്. ഐറിഷുകാരുടെ ഹോം റൂൾ മൂവ്മെൻറ്റിൽ ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഹോം റൂൾ മൂവ്മെൻറ്റ് വന്നത്. അത് ഇതിൽ വന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു ബാലഗംഗാധര തിലകൻ, അദ്ദേഹം മഹാരാഷ്ട്രയിലെ നേതാവായിരുന്നു. അടുത്താണ് ആനി ബെസൻറ്റ്, മദ്രാസിലെ നേതാവായിരുന്നു ആനി ബെസൻറ്റ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അടുത്താണ് ജാലിയൻ വാലാബാഗ് മസാക്ർ. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതെന്ന് നമുക്കറിയാം. ആ ഇവൻറ്റിനെ പറ്റി നോക്കാം.
ബ്രിട്ടീഷ് ട്രൂപ്പ് ഫയേർഡ് ഓൺ എ ലാർജ് അൺആംഡ് ക്രൗഡ് ഓഫ് ഇന്ത്യൻസ് ഇൻ അമൃത്സർ. അമൃത്സറിൽ കൂട്ടം കൂടിയ ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? ഫയർ ചെയ്തു. കില്ലിങ് ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ. നൂറുകണക്കിന് ആളുകളാണ് അന്ന് അവിടെ മരണപ്പെട്ടത്. ദിസ് ഇവൻറ്റ് ഗാൽവനൈസ് ഇന്ത്യൻ ഒപ്പീനിയൻ എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഇന്ത്യക്കാരുടെ രോഷം ആളിക്കത്തുന്നതിന് ഈ ജാലിയൻ വാലാബാഗ് മാസ്കെയർ കാരണമായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു? മഹാത്മാഗാന്ധിയാണ് ലെഡ് ദ നേഷൻ വൈഡ് പ്രൊട്ടസ്റ്റ്. ഇതിനെതിരെയുള്ള ഇന്ത്യയിലുടനീളമുള്ള പ്രൊട്ടസ്റ്റ് നയിച്ചത് മഹാത്മാഗാന്ധിയാണ്. അടുത്തത് രവീന്ദ്രനാഥ ടാഗോർ. ബ്രിട്ടീഷുകാർ കൊടുത്തൊരു പദവിയാണ് നൈറ്റ്ഹുഡ് പദവി. അത് ഉപേക്ഷിച്ചുകൊണ്ട് ഇതിനെതിരെയുള്ള പ്രതിഷേധം അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് ഉണ്ടായത്. നെക്സ്റ്റ് വൺ, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയും. 1920 മുതൽ 22 വരെയുള്ള കാലഘട്ടത്തിലാണ് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് വരുന്നത്. എ മാസ് പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ ഇനിഷ്യേറ്റഡ് ബൈ ദ മഹാത്മാഗാന്ധിജി അഡ്വക്കേറ്റിംഗ് നോൺ കോപ്പറേഷൻ വിത്ത് ബ്രിട്ടീഷ് അതോറിറ്റീസ്. അതായത് ബ്രിട്ടീഷുകാരുമായിട്ട് യാതൊരു വിധത്തിലുള്ള സഹകരണവും ഇല്ലാതെയുള്ള പ്രസ്ഥാനമായിരുന്നു നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ്. ആരാണ് തുടക്കമിട്ടത്? മഹാത്മാഗാന്ധിജിയാണ് തുടക്കമിട്ടത്. 1920 മുതൽ 22 വരെയുള്ള കാലഘട്ടമാണ് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റിൽ വരുന്നത്. പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയാണ് നോക്കാം. മഹാത്മാഗാന്ധിജി ഉണ്ടായിരുന്നു, ബംഗാളിലെ CR ദാസ്, പിന്നെ മോത്തിലാൽ നെഹ്റു. ഇവരൊക്കെയാണ് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ. അടുത്ത ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻറ്റ്. സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻറ്റ് 1930 മുതൽ 34 വരെയുള്ള കാലഘട്ടത്തിലാണ് സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻറ്റ് നടന്നത്. നമുക്കറിയാം ഉപ്പ് സത്യാഗ്രഹം, ലോഞ്ച്ഡ് വിത്ത് ദ സാൾട്ട് സത്യാഗ്രഹം, തുടക്കം കുറിച്ചാണ് സാൾട്ട് സത്യാഗ്രഹം. ദണ്ഡി മാർച്ചാണത്, അതെല്ലാവർക്കും അറിയാം. ഇറ്റ് വാസ് എ ക്യാമ്പയിൻ ഓഫ് നോൺ വയലൻറ്റ് റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ. അതായത് നോൺ വയലൻറ്റ് റെസിസ്റ്റൻ്റ് ആണ്, ചിന്തനമില്ലാത്ത ആണ് നോൺ വയലൻസ്. അങ്ങനെയുള്ള മാർഗത്തിൽ കൂടി ദണ്ഡി മാർച്ചിൽ കൂടി എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജിയും കൂട്ടരും നടത്തിയ ഒരു സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. കീ ലീഡേഴ്സ് ആരൊക്കെയാണ്? മഹാത്മാഗാന്ധിജിയുണ്ട്, സർദാർ വല്ലഭായ് പട്ടേലുണ്ട്, സരോജിനി നായിഡു ഉണ്ട്. നെക്സ്റ്റ് വൺ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഇന്ത്യയിൽ നിന്നും വിട്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടത്തി 1942. എ മാസ് പ്രൊട്ടസ്റ്റ് ഡിമാൻഡിങ് ആൻ എൻഡ് ടു ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ലോഞ്ച്ഡ് ഡ്യൂറിങ് വേൾഡ് വാർ സെക്കൻഡ്. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലാണ് ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് പ്രസ്ഥാനം വന്നത്. ആരൊക്കെയാണ് പ്രധാനപ്പെട്ട ലീഡേഴ്സ്? മഹാത്മാഗാന്ധി, അദ്ദേഹം ഒരു കോളും കൂടി അവിടെ കൊടുക്കുന്നുണ്ട്, ഡു ഓർ ഡൈ. ഡു ഓർ ഡൈ ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധിജിയുടെ വാക്കാണ്. അടുത്തത് ജവഹർലാൽ നെഹ്റു, മൗലാന അബ്ദുൽ കലാം ആസാദൊക്കെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണ് INA അഥവാ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്നത്. ആരാണ് ഫോം ചെയ്തത്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. 1943 മുതൽ 45 വരെയുള്ള കാലഘട്ടത്തിലാണ് INA വന്നിട്ടുള്ളത്. The Indian National Army was formed by the Indian nationalists in Southeast Asia during World War II to fight against British rule. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനെതിരെ കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്നത്. വേൾഡ് വാർ സെക്കൻഡിൻ്റെ ടൈമിലാണ് ഇത് ഫോം ചെയ്തത്. കീ ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ് ആണ്, അദ്ദേഹത്തെ നേതാജി എന്നും കൂടി നമ്മൾ വിളിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഏറ്റവും അവസാനത്തെയാണ് ഇൻഡിപെൻഡൻസ് ആൻഡ് പാർട്ടീഷൻ. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യ ഗെയിൻഡ് ഇൻഡിപെൻഡൻസ് ഫ്രം ബ്രിട്ടീഷ് റൂൾ ഓൺ August 15, 1947. അപ്പോൾ ഇത് കാലക്രമത്തിൽ എടുത്തു കഴിഞ്ഞാൽ 1 മുതൽ 12 വരെയുള്ള ഇവൻറ്റുകൾ ഓരോന്നിൻ്റെയും ഫലമായിട്ടാണ് ഇന്ത്യക്ക് എന്ത് കിട്ടിയത്? ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചത്. പക്ഷേ അവരെന്ത് ചെയ്തു? ഇന്ത്യയെ രണ്ടായിട്ട് മുറിച്ചിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്തത്. ഇറ്റ് വാസ് പാർട്ടീഷൻ ഇൻ 2 സെപ്പറേറ്റ് നേഷൻ, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അപ്പോൾ ആരൊക്കെയാണ് പ്രധാനപ്പെട്ട ലീഡേഴ്സ്? മഹാത്മാഗാന്ധിജി ഉണ്ട് ഒബ്വിയസ്ലി. അടുത്തത് ജവഹർലാൽ നെഹ്റു ഉണ്ട്, അദ്ദേഹമായിരുന്നു ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ.
നെക്സ്റ്റ് വൺ മുഹമ്മദ് അലി ജിന്നയാണ്, ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് പാകിസ്ഥാനാണ്. സർദാർ വല്ലഭായ് പട്ടേൽ ഇൻസ്ട്രുമെൻ്റൽ ഇൻ ദ ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ് ടു ഇന്ത്യ. അപ്പോൾ പ്രിൻസ്ലി സ്റ്റേറ്റുകൾ ഇന്ത്യ എന്ന രാജ്യത്തോടു കൂടി കൂട്ടിച്ചേർക്കുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നമ്മൾ വിസ്മരിക്കാൻ പാടുള്ളതല്ല. These events and leaders played crucial roles in the struggle for India's independence from the British rule. ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ എല്ലാ ഇവൻറ്റുകളും ഒരേപോലെ സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. ഫസ്റ്റ് വൺ എന്തായിരുന്നു? റിവോൾട്ട് ഓഫ് 1857, 1857 സിപ്പോയി മ്യൂട്ടിനി. നെക്സ്റ്റ് വൺ ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ 1885, 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫോർമേഷൻ. അടുത്തതാണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഇൻ 1905, 1905 ബംഗാൾ വിഭജനം. നെക്സ്റ്റ് വൺ സ്വദേശി മൂവ്മെൻറ്റ്, സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് 1905 മുതൽ 1911 വരെ. അടുത്താണ് ലക്നൗ പാക്റ്റ്, കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും ഒന്നിച്ചാണ് ലക്നൗ പാക്റ്റ് 1916. നെക്സ്റ്റ് വൺ ഹോം റൂൾ മൂവ്മെൻറ്റ്, 1916 മുതൽ 18 വരെയാണ് ഹോം റൂൾ മൂവ്മെൻറ്റ്. ആരൊക്കെയാണ്? ബാലഗംഗാധര തിലകനും ആനി ബെസൻറ്റും. നെക്സ്റ്റ് വൺ ജാലിയൻ വാലാബാഗ് മസാക്ര 1919. അടുത്താണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, 1920 മുതൽ 22 വരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് നടന്നത്. അടുത്തത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്, ഉപ്പ് സത്യാഗ്രഹത്തോടു കൂടി ആരംഭിച്ചതാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. 1930 സ്റ്റാർട്ട് ചെയ്തത് ദണ്ഡി മാർച്ചോട് കൂടി. നെക്സ്റ്റ് വൺ ആണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയത് ഗാന്ധിജിയാണ്. ഡു ഓർ ഡൈയുടെ എന്ന കോളൊക്കെ അദ്ദേഹം അന്ന് കൊടുത്തു. അടുത്താണ് ഇന്ത്യൻ നാഷണൽ ആർമി. ആരാണ് ഫോം ചെയ്തത്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. നേതാജി എന്നാണ് അദ്ദേഹം വിളിക്കപ്പെട്ടത്. വേൾഡ് വാർ സെക്കൻഡിൻ്റെ ടൈമിലാണ് INA ഫോം ചെയ്തത്. ഏറ്റവും അവസാനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഓഗസ്റ്റ് 15. അപ്പോഴത്തേക്കും ഇന്ത്യ രണ്ടായിട്ട് വിഭജിച്ചു, ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും. ഇന്ത്യയുടെ ലീഡറായിട്ട് പ്രൈം മിനിസ്റ്ററായിട്ട് ജവഹർലാൽ നെഹ്റു വന്നു. പാകിസ്ഥാൻ്റെ ഗവർണർ ജനറലായിട്ട് മുഹമ്മദ് അലി ജിന്ന വന്നു. അതുപോലെ തന്നെ പ്രിൻസ്ലി സ്റ്റേറ്റുകളെ, അതായത് ചെറിയ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് സർദാർ വല്ലഭായ് പട്ടേലും മുൻകൈ എടുത്തു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലീഡറായിട്ട് മഹാത്മാഗാന്ധിയും ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിനെ വരെയുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഇവൻറ്റുകളിൽ നിന്നായിരിക്കും ഈ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരിക. അപ്പോൾ ഏത് തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു കഥ പോലെ ഇത് ഓർത്ത് ആൻസർ എഴുതാൻ സാധിക്കും.